ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നിൽക്കുന്നത് കോട്ടയം നഗര മധ്യത്തിലാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ നല്ല ഡിമാൻഡ് കൂടി വരുന്നതാണ്. ഇവിടെ കൃഷി ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ കൃഷി രീതികളൊക്കെ നമുക്കൊന്ന് അറിയാം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെപ്പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള ഇതിൻ്റെ പ്രഗത്ഭരായ ആൾക്കാരാണ് ജ്യോതിഷ് സാറിനൊപ്പമാണുള്ളത്. അപ്പോൾ സാറ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇതിൻ്റെ ആദ്യം മുതലുള്ള വളർച്ചാ ഘട്ടങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് മേടിച്ച് കഴിക്കുന്നത് മാത്രമല്ല, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒന്നറിയാം. ഇവിടെ നിൽക്കുന്നത് ബേക്കർ കുന്നിലാണ്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ ഭാഗമായിട്ട് വന്നതാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ഞങ്ങളിത് കംബോഡിയയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള തൈകളാണിത്. ഏതാണ്ടൊരു 8 മാസം നമ്മുടെ നഴ്സറിയിൽ പ്രായമായിട്ടുള്ള തൈകളാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ ഈ തൈകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു 18 മാസം കൊണ്ട് ഇത് കായ്ക്കുകയും അതിൽ നിന്നുള്ള ഫലം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് ഈ 2023 ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇത് കായ്ച്ചു വരും. പക്ഷേ 2024 തൊട്ടായിരിക്കും ഇതിൻ്റെ ഫുൾ ഈൽഡ് കിട്ടാൻ പോകുന്നത്. ഇതാണ്ട് നിയർലി ഒരു 5 ഏക്കറിലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. നിയർലി ഒരു 10,000 പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഫ്രൂട്ടാണ്. ഇൻസൈഡ് റെഡും ഔട്ട്സൈഡ് റെഡും ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൻ്റെ മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് നാഷണൽ വെറൈറ്റിയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. ഇതിൽ നമുക്കൊരു 550 പോസ്റ്റ് ഇടാൻ സാധിക്കും. അടിയിൽ സ്ക്വയറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു പോസ്റ്റിൽ നമുക്ക് ഇങ്ങനെ 4 തൈകൾ നടാൻ പറ്റും. ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഓരോരോ തൈകൾ നമുക്ക് നടാൻ പറ്റും. നട്ടതിന് ശേഷം നമ്മൾ ആ തൈകൾ ഇതിലോട്ട് ചേർത്ത് പിടിച്ചു വെച്ച് നമ്മൾ കെട്ടിക്കൊടുക്കും. സൈഡിൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് മാത്രമേ മുകളിലോട്ട് വരാൻ പാടുള്ളൂ. ഒരുപാട് ബ്രാഞ്ചസ് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ വലിപ്പം കുറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ബാധിക്കും. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യാറുണ്ട്, ടയറിങ് ചെയ്യാറുണ്ട്. 4 സൈഡിലോട്ട് ഇത് മുകളിലോട്ട് വന്നിട്ട് 4 സൈഡിലോട്ട് ഇതങ്ങ് വളർന്നിട്ട് താഴോട്ട് വരും. താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇത് കായ ഉണ്ടാകും. ഒരു പോസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു 6 to 7 കിലോ വരെ നമുക്ക് കിട്ടും. പൂക്കുന്നത് മെയ് മാസം തൊട്ടാണ് പൂക്കുന്നത്. വർഷത്തിൽ നമുക്ക് ഒരു 6 വട്ടം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. മെയ് മാസം തൊട്ട് നവംബർ വരെ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് എടുക്കാൻ സാധിക്കും. ഈ വർഷം ആകുമ്പോഴത്തേനും ഒരു പോസ്റ്റിൽ നിന്ന് നമുക്കൊരു 20 കിലോ വരെ നമുക്ക് ഇതിനകത്ത് നിന്ന് ആദായം എടുക്കാൻ സാധിക്കും. ഷോർട്ടേജാണ്, മാർക്കറ്റ് റിക്വയർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഷോർട്ടേജാണ് ഇപ്പോൾ കൊടുക്കാനുള്ള സാധനം നമുക്ക് തികയുന്നില്ല. എസ്പെഷ്യലി ഫ്രം സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഓൾ അതർ വെൻഡേഴ്സ് ദേ ആർ ആസ്കിങ് ലോട്ട് ഓഫ് ക്വാണ്ടിറ്റീസ്. ബട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലാത്തൊരു പ്രോബ്ലമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നല്ല സപ്പോർട്ട് ഞാൻ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി പത്തനംതിട്ട ജില്ലയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാൻസി മാഡം, അതുപോലെ ഞങ്ങളുടെ 12 പഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസർ ലാലി മാഡം, അപ്പോൾ അജി സാറ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പഴയ പോലെയല്ല, നമ്മൾ പഴയ ഗവൺമെൻറ് പ്രസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് അല്ല ഇപ്പോൾ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ 2016 തൊട്ട് എനിക്ക് അവർ സബ്സിഡി തരുന്നുണ്ട്. ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ഒരു തോട്ടവിളയായിട്ട് അവരിതിനെ ഡ്രാഗൺ ഫ്രൂട്ടിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 32,000 അവർ സബ്സിഡി തരുന്നു. നല്ല സപ്പോർട്ടാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നമുക്കുള്ളത്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ കൾട്ടിവേഷൻ പ്രാക്ടീസസുകൾ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കൃഷി ഓഫീസർമാർക്ക് കൺട്രോൾസ് ഇല്ല. അവർ എങ്ങനെ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്രോപ്പ് കൃഷി ചെയ്യണമെന്ന് അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ സാധനം ഒരുപാട് ഗൾട്ടായിട്ട് വരത്തില്ല, ഓവർ പ്രൊഡക്ഷൻ വരത്തില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളാരും സ്റ്റഡി ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തു, എന്നെ നോക്കി അടുത്ത വേറൊരാൾ ചെയ്തു, അപ്പോൾ വേറൊരാൾ ചെയ്തു, അങ്ങനെ ഇതിലൊരു വാല്യൂ ഇല്ലാത്ത ലെവലിലോട്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിലെല്ലാം ഇത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അതിൽ ഇത്ര 750 പഞ്ചായത്തുകൾ, ഇത്ര ഐ എം നോട്ട് ഷുവർ, എന്നാലും ഒരു 235 ജില്ലാ പഞ്ചായത്തുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഓരോ കൃഷി ഓഫീസറുണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കണം ഇന്ന പഞ്ചായത്തിൽ ഇത്ര ഏരിയയിൽ ഇത്ര സാധനം കൃഷി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ കപ്പയാണെങ്കിൽ ഇത്ര ചെയ്യാൻ പാടുള്ളൂ, ചേമ്പാണെങ്കിൽ ഇത്ര ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ അതിൻ്റെ ഒരു ആപ്പ് ഉണ്ടാക്കണം. ഓരോ കേരളത്തിലെ ഓരോ ജില്ലകളിലും ഓരോ പഞ്ചായത്തുകളിലും എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നതെന്ന് ഈ കൃഷി ഓഫീസർമാർക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സാധനം മാർക്കറ്റിൽ, ഇപ്പോൾ നമുക്ക് ചീനിക്ക് നോക്കിക്കഴിഞ്ഞാൽ, കപ്പയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 രൂപയിൽ കൂടുതൽ ഇപ്പോൾ റേറ്റ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ആ റേറ്റ് 15 രൂപയ്ക്ക് താഴെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കൺട്രോൾസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിൻ്റെ വിലകൾ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ വരാതിരിക്കാനായിട്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒരു കോൺസെൻട്രേഷൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഡ്രാഗൺ ഫ്രൂട്ടിൽ അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നടുന്ന സമയത്തും അതുപോലെ തന്നെ അതിൻ്റെ വളം എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഇടവേളകൾ അതൊക്കെ എങ്ങനെയാണ്? നമ്മൾ തൈ നടുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇന്ന് കൊടുക്കുന്നത് ബോൺ മീൽ, എല്ലുപൊടി,
എല്ലുപൊടി നമ്മൾ 4 പ്ലാന്റ്സിന് ഏതാണ്ട് ഒരു 250 ഗ്രാം വെച്ചിട്ട് ഒരു പ്ലാന്റ്സിന്, അങ്ങനെ ഒരു പോസ്റ്റിന് 1 കിലോ എല്ലുപൊടി, ഒരു 400 ഗ്രാം വേപ്പൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചാണകപ്പൊടി, 1 കൊട്ട ചാണകപ്പൊടി. അപ്പോൾ 1 കൊട്ട ചാണകപ്പൊടി, 1 കിലോ എല്ലുപൊടി, 400 ഗ്രാം വേപ്പൻ പിണ്ണാക്ക്, ഈ മിശ്രിതം നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ തൈകളുടെ കവർ പൊട്ടിച്ചിട്ട് ഇത് നടുന്നത്. അതാണ് നമ്മൾ ബേസിക്കായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ അത് നട്ടതിന് ശേഷം നമ്മൾ ട്രൈക്കോഡർമയുടെ മിക്സ് കൊടുക്കാറുണ്ട്. അത് വെള്ളത്തിനകത്ത് നമ്മൾ അലിയിച്ചിട്ട് നമ്മളിതിൽ മണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതാണ് നമ്മൾ ഇനിഷ്യലി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വർഷത്തിൽ 4 വട്ടം വളം ചെയ്യും. ഓർഗാനിക്കായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ചാണകത്തിൻ്റെ സ്ലറി കൊടുക്കും. അതുപോലെ നമ്മുടെ ഈ ഗ്രീൻ മൽച്ചിങ്, നമ്മുടെ ഈ ഇലകളെല്ലാം കൊണ്ടും നമ്മൾ മൽച്ച് ചെയ്യും. അതുപോലെ ബാക്കിയുള്ള എന്താ പറയുന്നത് നമ്മുടെ ഹൗസ് വേസ്റ്റേജുകൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടിടാം. അങ്ങനെ തികച്ചും ഓർഗാനിക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കും. ഒരു പ്ലാന്റ് ചെയ്തെടുത്തും ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് എല്ലാ മാസങ്ങളിലും നമുക്ക് മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എസ്പെഷ്യലി ദിസ് ഈസ് കാക്ടസ് ഫാമിംഗ്. അപ്പോൾ വെള്ളം ശേഖരിച്ച് വെക്കാനായിട്ടുള്ള കഴിവ് ആൾറെഡി ഇതിനുള്ളതുകൊണ്ട് നമ്മൾ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിലൊരു ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ദോഷം ഇത് തന്നെയാണ്. ഇതിനൊത്തിരി മഴ പെയ്ത് കഴിഞ്ഞാലും അതിനെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളതായിരുന്നു നമ്മളിനി, കാരണം ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആണല്ലോ. ഞാനൊക്കെ ആദ്യം കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമുക്കിവിടെ മഴ കൂടുതലായതുകൊണ്ട് ഇതിന് മഴയധികം വേണ്ടാത്തൊരു ക്രോപ്പുമാണ്. ഐ ആം നോട്ട് ടെല്ലിങ് ദ നെഗറ്റീവ് ഓഫ് ദ ക്രോപ്പ്, ബട്ട് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഒറിജിനലായിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ വെയിലുള്ളതാണ് നമുക്ക് നല്ലത്. കാരണം ഇത് വെയിലത്താണ്, ഇതിൻ്റെ വെയിൽ കൂടുതലുള്ളിടത്താണ് നമുക്കിതിൻ്റെ കൂടുതൽ ഫലപുഷ്ടികളുമായ നമുക്ക് അതിൻ്റെ ഫ്രൂട്ടും അതുപോലെ തന്നെ മധുരവും കൂടുതൽ വരുന്നത്. ഷെയ്ഡുള്ളിടത്ത് ഇത് വെജിറ്റേഷൻ ഗ്രോത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഫ്രൂട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ വെയിലാണ് ഇതിന് ഏറ്റവും നല്ലത് വരുന്നത്. കാരണം മെയ് മാസം തൊട്ട് മെയ് 15-ന് ശേഷം നമുക്ക് മൺസൂൺ വരുമല്ലേ. അപ്പോൾ ഏതാണ്ട് ആ സമയത്താണ് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ 6 വട്ടം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയ ദോഷമായിട്ട് നമുക്ക് വരുന്നില്ല. ചുറ്റും പാടത്തിൽ ഇത് കൃഷി ചെയ്യാൻ കഴിയില്ല. കാരണം അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് വളരെ ചെറിയ വേരായതുകൊണ്ട് പെട്ടെന്ന് അഴുകിപ്പോകും. കംഫർട്ട് ഒരിക്കലും ഈ ചതുപ്പ് നിലങ്ങളിലോ അല്ലെങ്കിൽ കണ്ടത്തിലോ കൃഷി ചെയ്യാൻ പറ്റുന്നൊരു ക്രോപ്പല്ല. തൈകളെല്ലാം ചേർത്ത് 1500 രൂപയോളം മിനിമം കോസ്റ്റ് വരും. ഒരു പോസ്റ്റ് നമ്മൾ ചെയ്തു വരുന്നത് 1 ഏക്കറിൽ തോട്ടം ചെയ്യുമ്പോൾ നമുക്കൊരു 6 lakhs ഒക്കെ എങ്ങനെയായാലും നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരും. നിയർലി 30 days മതി. 30 days കൊണ്ട് ഇത് പൂത്തിട്ട് ചെറിയ രീതിയിൽ മുട്ട ഉണ്ടായി അത് വിടർന്ന് പൂക്കളായിട്ട് അത് ഫ്രൂട്ടായി പഴുത്ത് വരാനായിട്ട് 30 days മതി നമുക്കിത്. അപ്പോൾ വീണ്ടും അടുത്ത 30 daysന് മുമ്പായിട്ട് അടുത്ത ഫ്ലവർ അടുത്ത സ്റ്റേജുകളിൽ പൂക്കുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അതിൻ്റെ സ്റ്റെംസിലെല്ലാം പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് നമ്മളതിന് മരുന്നൊന്നും അടിച്ചു കൊടുക്കാറില്ല. ഇത് നാച്ചുറലായിട്ട് തന്നെ ഇതിൻ്റെ പോളിനേഷൻ നടക്കുന്ന ഈച്ചകളാണ്, നമ്മൾ ഈ തേനീച്ചകൾ. വെറൈറ്റീസ് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. എൻ്റെ ഒരു കായ എന്ന് പറയുന്നത് മിനിമം ഒരു 400 ഗ്രാം തൊട്ട് ഒരു 650-700 ഗ്രാം വരെ വരും. അപ്പം ഞാനിത് കംബോഡിയയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒരു അഗ്രികൾച്ചർ ഫാം ഉണ്ട്. നിയർലി 2000 acres ലാൻഡ് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ തൈകൾ നാട്ടിൽ കൊണ്ടുവന്ന് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ ബേസിക് തൊട്ട് ഇതിൻ്റെ ലാൻഡ് ക്ലീനിങ് തൊട്ട് ലാൻഡ് ക്ലീനിങ്, ലാൻഡ് ലേ ഔട്ട്, അതുപോലെ തന്നെ പോസ്റ്റ് നാട്ടിൽ കൊടുത്ത് പ്ലാന്റ് ചെയ്തിട്ട് അവർക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്ന ലെവൽ വരെ നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട്, ഔട്ട് ഓഫ് കേരളയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന ഗൈഡ് ലൈൻസുകൾ നമ്മൾ വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ എല്ലാ ആൾക്കാർക്കും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ പ്രോജക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. ആൾക്കാർക്ക് ലാൻഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രൂട്ടിംഗ് സ്റ്റേജ് വരെയാക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഞങ്ങൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ തന്നെ ഒരു നിയർലി ഒരു 2500 പോൾസിനകത്ത് നമ്മൾ ചെയ്തത്. അങ്ങനെ നമുക്ക് ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമുണ്ട്. ഇപ്പോൾ എത്ര ഏക്കർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പാകത്തിനുള്ള ആൾക്കാർ നമ്മുടെ കയ്യിൽ ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 ഏക്കർ ചെയ്യാനായിട്ട് മൊത്തത്തിൽ പ്രൊജക്റ്റ് വരുവാണെങ്കിൽ ഒരു 10 to 15 days മതിയാവും. 10 days മാക്സിമം നമുക്ക് മതി. അത് പോസ്റ്റ് നാട്ടി അതിൻ്റെ തൈകൾ നട്ട് റെഡിയായി കൊടുക്കാനായിട്ട് 10 days മാക്സിമം ഉണ്ടാവും. അത് നമുക്ക് വിപണനം എന്ന് പറഞ്ഞപ്പോൾ എനിക്കുള്ള എൻ്റെ ഫാമിൽ നിന്ന് ഏതാണ്ടൊരു 35% നമുക്കിവിടെ റീറ്റെയിലായിട്ട് പോകുന്നുണ്ട്. കാരണം മാർക്കറ്റുകൾ അവൈലബിൾ ചങ്ങനാശ്ശേരിയിൽ, കായംകുളത്ത്, അതുപോലെ തന്നെ എറണാകുളത്ത്, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട് മാർക്കറ്റിൽ വെൻഡേഴ്സ് നമുക്ക് ഡയറക്റ്റ് പരിചയമുണ്ട്. അപ്പോൾ അവർ വന്ന് ബാക്കി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടേഴ്സ് കുറേ ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് അവർ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് അവർ നമ്മുടെ ഇത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് നമ്മളെ സംബന്ധിച്ച് ഇതുവരെ ഒരു ത്രെട്ടായിട്ട് വന്നിട്ടില്ല. നമുക്ക് പ്രോഡക്റ്റ് ഇല്ലാതെ വരുന്നൊരു അവസ്ഥ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. 140 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ പ്രൈസ് പോകുന്നത്. പക്ഷേ അതൊരു 100 രൂപ റേഞ്ചിലോട്ട് വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. കാരണം സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഈ ഫ്രൂട്ട് കഴിക്കാനായിട്ടും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനായിട്ടൊരു 100 rupees റേഞ്ചിലോട്ട്, ലൈക്ക് ആപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ചൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് ആ ടൈപ്പിലോട്ടൊരു സാധാരണ കൃഷിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത് കൾട്ടിവേഷൻ ചെയ്യണം.
കൾട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സൂപ്പർ ഫ്രൂട്ടുകൾ ചീപ്പായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു അപ്പർ ക്ലാസ് ലെവലിലുള്ള ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ കൺസപ്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രവണത മാറിയിട്ട് ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ലെവലിലോട്ട് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ടാവണം. അതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്. ബൾക്ക് നഴ്സറി ഉണ്ട്, ഒരു 25,000 നമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ നഴ്സറി സ്റ്റോക്ക് ഉണ്ട്, വിവിധ സ്റ്റേജിലുള്ളത്. ഇപ്പോൾ നമ്മൾ 1 സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് പറയും. ഇതിപ്പോൾ നമ്മളൊക്കെ ഒരു 1 സ്റ്റേജ് പ്ലാന്റുകളാണ്. ഇതൊരു 2 സ്റ്റേജ് പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഇത്രയും ഹൈറ്റുള്ള 1 മീറ്റർ ഹൈറ്റുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് സ്പ്രൗട്ട് ചെയ്ത പ്ലാന്റുകളുണ്ട്, അതിൻ്റെ കട്ടിങ്സുകളുണ്ട്. അത് ആൾക്കാരുടെ റിക്വയർമെൻറ്റ് പോലെയാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇപ്പോൾ കട്ടിങ്സ് ആണെങ്കിൽ കട്ടിങ്സിന് നമുക്ക് ഇതിൽ ഫ്രൂട്ട് ആവാനായിട്ട് ഒരു 18 മാസം എടുക്കും. അപ്പോൾ നേരെ മറിച്ച് ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് തൈകളാണെങ്കിൽ ഒരു 8 മാസം 9 മാസം കൊണ്ട് നമുക്കതിൻ്റെ ഫലമെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ് അപ്പോൾ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ തൈകൾ ഏത് വലിപ്പം വേണമെന്നുള്ള കാര്യം പറയുന്നത്. എനിക്ക് ഫാമുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ ഞങ്ങൾക്ക് ബൾക്കായിട്ടുള്ള നഴ്സറികളുണ്ട്. അതുപോലെ നമ്മൾ കേരളത്തിൻ്റെ അകത്തും കേരളത്തിന് പുറത്തും ആൾക്കാർക്ക് വേണ്ടുന്നവർക്ക് പാഴ്സലുകൾ അയച്ചു കൊടുക്കാറുണ്ട്. തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വീടുകളിലോ അതുപോലെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമുക്കിങ്ങനെ പാഴായിട്ട് കിടപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കൃഷി വികസിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ നമ്പർ നമ്മൾ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം വിളിച്ചാൽ അവരും അത് നിങ്ങൾക്ക് വന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.